നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവർക്കും നല്ലൊരു സ്വാഗതം. കഥ ആരംഭിക്കാം. നിർമ്മല രാവിലെ തന്നെ കിച്ചണിൽ ജോലിയാണ്. പാത്രങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവളുടെ ഹസ്ബൻഡ് ഉണർന്നത്. അയാൾ എഴുന്നേറ്റ് വീടിന്റെ തിണ്ണയിലേക്ക് വന്നു. അവിടെ കിടന്ന പത്രം എടുത്ത് ചാരുകസേരയിലിരുന്ന് വായന തുടങ്ങി. അപ്പോഴേക്കും നിർമ്മല ചായയുമായി വന്നു. ചായ അയാൾക്ക് കൊണ്ടു കൊടുത്തിട്ട് അകത്തേക്ക് പോയി. വീണ്ടും ജോലികളിൽ ഏർപ്പെട്ടു. നിർമ്മല ഒരു വീട്ടമ്മയാണ്. അവളുടെ ഭർത്താവ് മോഹനൻ ഒരു കോൺട്രാക്ടറാണ്. ഒരു മകൻ, അവൻ ചെന്നൈയിൽ ഒരു കമ്പനിയിലാണ്. 8:30 ആയപ്പോഴേക്കും മോഹൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അയാൾ അവിടെ നിന്നും വർക്ക് സൈറ്റിലേക്ക് പോയി. നിർമ്മല അവിടെയുള്ള ജോലികൾ മുഴുകിയിരുന്നു. നിർമ്മലയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. വെളുത്തു തുടുത്ത ശരീരമാണ് അവളുടേത്. ഫ്രണ്ടിൽ നല്ല മുഴുത്ത 2 സ്ഥലങ്ങളും ബാക്കിലോട്ട് ഉന്തി നിൽക്കുന്ന വിരിഞ്ഞ നിതംബവുമൊക്കെയാണ് അവൾക്ക്. അവിടെയുള്ള പുരുഷ കേസരികൾക്ക് ഒരു ഹരമാണ് നിർമ്മല. മോഹന് പൊതുവെ സെക്സിനോട് താല്പര്യം കുറവാ. നിർമ്മലയ്ക്കാണെങ്കിൽ അതല്പം കൂടുതൽ. എങ്കിലും അവൾ അതൊന്നും പുറത്ത് കാണിച്ചിരുന്നില്ല. എല്ലാം അടക്കി പിടിച്ച് ജീവിക്കുകയായിരുന്നു. അവൾക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നല്ല കറുത്ത നിറമുള്ള ആമ്പിള്ളാരെ കാണുമ്പോൾ അവളിൽ എന്തെന്നില്ലാത്ത ഒരു വികാരം ഉണ്ടാകും. അങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാത്രിയിൽ മോഹനൻ വന്നപ്പോൾ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. നിർമ്മല ആകാംക്ഷയോടെ മോഹനോട് ചോദിച്ചു, ഇതാരാ ചേട്ടാ? ഇത് നമ്മുടെ പുതിയ ജോലിക്കാരനാ. സൈറ്റിൽ പണി കുറവായതുകൊണ്ട് നാളെ മുതൽ അവൻ ഇവിടെ പണികൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ. അവൻ നമ്മുടെ ചായപ്പിൽ കിടന്നോളും, മോഹനൻ പറഞ്ഞു. അല്ല, നിനക്കല്ലായിരുന്നോ ഇവിടെ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞത്? എന്താ ഇപ്പൊ വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, അവനെ തിരിച്ചങ്ങ് പറഞ്ഞു വിട്ടേക്കാം. വേണ്ട, നിർമ്മല പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്, തൽക്കാലം അവൻ ആ ചായ്പൊന്ന് കാണിച്ചോളൂ. അതും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോയി. പയ്യൻ അവിടെ നിന്നോണ്ട് അവളെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവളും തിരിച്ചു ചിരിച്ചു. എന്നിട്ട്, ഭായ്, എനിക്ക് ഹിന്ദി അറിയില്ല, ചേച്ചി എനിക്ക് മലയാളം അറിയാം, അവൻ പറഞ്ഞു. അത് കേട്ട് അവൾ ഞെട്ടി. മലയാളിയാണോ? അല്ല, ആസാമിയാണ്. പിന്നെങ്ങനെ മലയാളം അറിയാം? ഞാൻ കേട്ടു പഠിച്ചതാണ് ചേച്ചി. വളരെ നല്ല കാര്യം. എന്നാൽ വാ. അവൾ മുന്നേ നടക്കാൻ തുടങ്ങി. അവൻ അവളുടെ പുറകെ അവളുടെ നിതംബങ്ങളുടെ ഇളക്കം കണ്ടുകൊണ്ട് നടന്നു. ചായ്പിന്റെ അടുത്തെത്തിയപ്പോൾ, ഇതാണ് നീ താമസിക്കേണ്ട സ്ഥലം. ശരി ചേച്ചി. അവൻ അകത്തേക്ക് കയറി നോക്കി. അവിടെ കുറച്ച് പഴയ സാധനങ്ങളും കട്ടിലും ഉണ്ടായിരുന്നു. അവൾ അകത്തേക്ക് പോയി ഒരു പായും തലേണയും കൊണ്ടുവന്ന് അവന് കൊടുത്തു. അവൾ അകത്തേക്ക് വന്നപ്പോഴേക്കും മോഹനൻ കുളി കഴിഞ്ഞു വന്നു. ഏട്ടാ, അത്താഴം കഴിക്കാം, അവനെയും വിളിക്ക്. മോഹൻ പോയി അവനെ വിളിച്ചുകൊണ്ടുവന്നു. ഇരിക്കേടാ, ആഹാരം കഴിക്കാം. വേണ്ട സാർ, ഞാൻ ചായപ്പിലിരുന്ന് കഴിച്ചോളാം. അതെന്താടാ, ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഇറങ്ങില്ലേ നിനക്ക്? അതല്ല സാർ. പറയുന്നത് കേട്ടാൽ മതി, മോഹനൻ പറഞ്ഞു. അവൻ കൂടുതലൊന്നും പറയാതെ മോഹന്റെ അടുത്ത് കസേരയിലിരുന്നു. അപ്പോഴേക്കും നിർമ്മല ആഹാരവുമായി വന്നു. ആഹാരം കഴിച്ചിട്ട് അവൻ ചായ്പിലേക്ക് പോയി. നിർമ്മല ആഹാരം കഴിച്ചിട്ട് പാത്രങ്ങൾ കഴിയതിനു ശേഷം മോഹന്റെ അടുത്ത് വന്നു. മോഹനൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. അവൾ ബെഡിന്റെ ഒരു സൈഡിൽ കിടന്നു പതിയെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അവൾ മോഹന് ചായ കൊടുത്തു. അപ്പോഴേക്കും അവൻ ഉണർന്ന് വീടിന്റെ മുൻപിലേക്ക് വന്നു. നിർമ്മല ചായയുമായി അവന്റെ അടുത്തേക്ക് വന്നു. അവനും കൊടുത്തു. അപ്പോഴാണ് അവൾ അവനെ നേരെ ചൊവ്വെ കാണുന്നത്. മെലിഞ്ഞ് കറുത്ത ശരീരം, വലിയ ഉയരമൊന്നുമില്ല, നിഷ്കളങ്കമായ മുഖം. അവൾ അവനെ കൂടുതൽ നോക്കാൻ പോയില്ല. അവൾ അകത്തേക്ക് പോയി. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ മോഹൻ അവൻ ചെയ്യേണ്ട ജോലികൾ പറഞ്ഞു കൊടുത്തു. പിന്നീട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് മോഹൻ സൈറ്റിലേക്ക് പോയി. അവൻ രാവിലെ തന്നെ പറമ്പിലെ തെങ്ങിൽ കയറി തേങ്ങ അടത്തിയിടാൻ തുടങ്ങി. ആ പണി കഴിഞ്ഞപ്പോൾ നിർമ്മല അവനെ കാപ്പി കുടിക്കാൻ വിളിച്ചു. അവൻ തിരികെ വീട്ടിലേക്ക് കയറിയിരുന്നു കാപ്പി കുടിക്കാൻ തുടങ്ങി. നിർമ്മല അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താടാ? അജൻ. ആ, ചേച്ചിയുടെയോ? നിർമ്മല. നല്ല പേര്. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, സഹോദരി, അച്ഛൻ മരിച്ചുപോയതാണ്. ഓ, നീ എത്ര കാലമായി ഇവിടെ? 8 വർഷമായി ചേച്ചി. ആ, ചുമ്മാതല്ല മലയാളം ഇത്രയും നല്ലോണം പറയുന്നത്. അവനൊന്ന് ചിരിച്ചതേ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞ് അവൻ എണീറ്റു. പിന്നെയും ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അവൾ ചെയ്യുന്ന ജോലികളിൽ അവളെയും അവൻ സഹായിക്കാൻ തുടങ്ങി. അതായത് തുണി കഴുകുമ്പോഴും മുറ്റമടിക്കുമ്പോഴും ചന്തയിൽ പോകുമ്പോഴും
ചെടികൾ നനയ്ക്കുമ്പോഴും അവൻ അവളോട് കൂടി. അങ്ങനെ അവൾക്ക് അവനെ ഇഷ്ടമായി. അങ്ങനെ ഏകദേശം 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം അവൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ വെളിയിലെ ബാത്റൂമിൽ നിന്നും ഒരു തോർത്തെടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നത് അവൾ ജനാല വഴി കണ്ടു. ഉടുപ്പില്ലാത്ത അവന്റെ ശരീരത്തിലെ ആ കറുത്ത പേശികൾ അവൾ കണ്ടു നിൽക്കുന്ന സമയം പെട്ടെന്ന് ഉടുത്തിരിക്കുന്ന തോർത്തുമുണ്ട് അഴിഞ്ഞുപോയി. അവന്റെ അങ്കലാവണ്യം കണ്ടിട്ട് അവളുടെ കിളി പോയി ഞെട്ടിത്തരിച്ചു നിന്നു. അവൻ നിമിഷനേരം കൊണ്ട് തോർത്തും എടുത്തെടുത്ത് ചായ്പിലേക്ക് കയറി. അവൾക്ക് സ്വബോധം വീണ്ടെടുക്കാൻ കുറച്ചു സമയം കൂടി വേണ്ടി വന്നു. അവൾക്കും ഒരു ചെറിയ തരിപ്പ്. പെട്ടെന്ന് അവൾക്ക് തോന്നി തന്റെ മകന്റെ പ്രായം പോലും ഇല്ലാത്ത ചെക്കനെ അങ്ങനെയൊന്നും കാണാൻ പാടില്ലെന്ന്. അവൻ അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞു കിച്ചണിലേക്ക് വന്നു. ചേച്ചി, ഞാനും സഹായിക്കാം. അവളൊന്നും മിണ്ടിയില്ല. അവൻ കിച്ചൺ സ്ലാബിന്റെ അടുത്ത് നിന്നുകൊണ്ട് പച്ചക്കറി അരിയാൻ തുടങ്ങി. അവൾ വേറെ ജോലികളിൽ മുഴുകി. അപ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേട്ടത്. അവളും അവനും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഒരു വാഴ ഒടിഞ്ഞു വീണു കിടക്കുന്നു. ചേച്ചി, ഞാൻ അത് മുറിച്ചു മാറ്റിയിട്ട് വരാം. ആ. അവൻ കിച്ചണിൽ നിന്നും ഒരു കൊടുവാൾ എടുത്തുകൊണ്ട് അത് മുറിച്ചു മാറ്റാനായി പോയി. അവൾ കിച്ചണിലേക്ക് തന്നെ കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ പയ്യന്റെ വിളി കേട്ടിട്ട് അവൾ വെളിയിലേക്ക് വന്നു. എന്താടാ? ചേച്ചി, ഇങ്ങോട്ടൊന്ന് വരാമോ? ഇത് ഞാൻ ഒറ്റയ്ക്ക് വലിച്ചിട്ട് വരുന്നില്ല. ആ, ഇപ്പം വരാം. അവൾ കിച്ചണിൽ നിന്നും അങ്ങോട്ടേക്ക് ചെന്നു. രണ്ടുപേരും കൂടി അവൻ മുറിച്ചിട്ട വാഴയുടെ ഭാഗം വലിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ അവൻ കാല് തെറ്റി അവളുടെ ദേഹത്തേക്ക് വീണു. മറിഞ്ഞു വീഴാതിരിക്കാൻ അവൻ കയറി പിടിച്ചത് അവളുടെ വയറിന്റെ സൈഡിലായിരുന്നു. അവൻ പിടിച്ചതുകൊണ്ട് തന്നെ അവളും അവന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അവൾ അന്താളിച്ച് കിടന്നുപോയി. എണീറ്റ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കി. അവൾ എണീറ്റു. ചേച്ചി, കാല് സ്ലിപ്പായതാണ്. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ലടാ. അവളും അവനും കൂടി പിന്നെയും അത് വലിച്ച് വീടിന്റെ സൈഡിൽ കൊണ്ടിട്ടു. അവളൊന്നും മിണ്ടാതെ കിച്ചണിലേക്ക് കയറിപ്പോയി. അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ അവളുടെ ചിന്ത അവനെക്കുറിച്ചായിരുന്നു. അവൻ മനഃപൂർവ്വമാണോ അവളുടെ ശരീരത്തിൽ തൊട്ടത് എന്ന് അവൾ ആദ്യം ചിന്തിച്ചെങ്കിലും പിന്നീട് അറിയാതെയാണെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൾ മോഹന്റെ കൂടെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് മോഹനൻ സൈറ്റിൽ ജോലിക്കാരുടെ കുറവുള്ളത് കൊണ്ട് തന്നെ ആ പയ്യനെയും മോഹന്റെ കൂടെ കൊണ്ടുപോയി. അവൾ വീട്ടിൽ ഒറ്റയ്ക്കായതുപോലെ അവൾക്ക് തോന്നിയെങ്കിലും വൈകുന്നേരം മോഹന്റെ കൂടെ അവനെ തിരികെ കൊണ്ടുവന്നു. അവനെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം ആയതുപോലെ തോന്നി. ദിവസങ്ങൾ കഴിയുന്തോറും അവനും അവളുമായി കൂടുതൽ സൗഹൃദത്തിലായി. ഇത്രയും നാൾ മോഹനൻ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായി അവൾക്ക് അവൻ വന്നപ്പോൾ ഒരു കൂട്ടായി. അങ്ങനെ ഒരു ദിവസം, നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു? എനിക്ക് വലിയ പഠിപ്പൊന്നും ഇല്ല ചേച്ചി. അതെന്താ? എനിക്ക് 5 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ജോലിക്ക് പോയാണ് ജീവിച്ചത്. ഓ, കഷ്ടമായി പോയി. അല്ല, നിനക്ക് വല്ല പ്രേമമോ മറ്റോ? അവനൊന്നും കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നു. എന്താടാ മിണ്ടാത്തത്? ഒന്നുമില്ല. അവന്റെ മുഖഭാവം കണ്ടിട്ട്. എടാ, എന്താ വല്ലാതിരിക്കുന്നതെന്ന്. അവൻ പിന്നെയും മൗനം പാലിച്ചു. നിന്നോടാ ചോദിച്ചത്. നിനക്ക് പറയാൻ വയ്യെങ്കിൽ പറയണ്ട. ചേച്ചി, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു. കേരളത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി തന്നെ. ആഹാ, കൊള്ളാമല്ലോടാ. അവൾ എന്റെ കയ്യിലുള്ള പൈസ മുഴുവനും വാങ്ങിയിട്ട് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അവൾ ആള് കൊള്ളാമല്ലോ. നിന്റെ അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല, എല്ലാം ശരിയായിരിക്കുക. നല്ല കാര്യം. ഇനി നീ നല്ലൊരു പെണ്ണിനെ കല്യാണമൊക്കെ കഴിക്കണം. അതല്ല ചേച്ചി, ഇനി ആദ്യം വീട് വെക്കണം. മിടുക്കൻ. അങ്ങനെ വേണം. അത് കഴിഞ്ഞിട്ട് ചേച്ചിയെപ്പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അവൾക്ക് അവന്റെ സംസാരത്തിലെന്തോ സുഖം പോലെ തോന്നി. എന്നെ പോലോ? അതെ. അതെന്താ അങ്ങനെ? അത് അത് അവന്റെ മുഖത്തെ നാണം കണ്ടിട്ട്. പറയടാ. അത് ചേച്ചിയെ കാണാൻ സൂപ്പറാണ്. ഓഹോ, അങ്ങനെയോ? അവൾ നിലമറന്ന് പിന്നെയും അവനോട്. അത് മാത്രമേ ഉള്ളോ? അങ്ങനെ ചോദിച്ചാൽ അത് മാത്രമല്ല. പിന്നെ ചേച്ചിയുടെ മുഖം സൂപ്പറാണ്. പിന്നെ നല്ല ബോഡി ഷേപ്പും നല്ല സ്വഭാവവും. നീ ആള് കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആ, എനിക്കത് മനസ്സിലായി. അവൾക്ക് വീണ്ടും ഒരു ചെറിയ തരിപ്പ്. അവൻ പറഞ്ഞത് നല്ല പോലെ അങ്ങ് സുഖിച്ചു. പിന്നെ അവൻ അവിടെ നിന്നും പോയി. അവളും ജോലികളിൽ ഏർപ്പെട്ടു. വൈകുന്നേരം എന്നത്തെയും പോലെ മോഹൻ വന്നു. ആഹാരമെല്ലാം കഴിച്ചു കിടന്നുറങ്ങി. പിറ്റേന്ന് മോഹൻ നിർമ്മലയോട് പറഞ്ഞു, 3 ദിവസത്തേക്ക് എറണാകുളം വരെ ഒന്ന് പോണം.
എന്താ കാര്യം ചേട്ടാ? നല്ലൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കണം. അല്ല, 3 ദിവസം എടുക്കുമോ? ചിലപ്പോൾ അതിലും കൂടും, നോക്കട്ടെ. മറ്റന്നാൾ അമ്മയെ കാണാൻ പോകാം എന്ന് പറഞ്ഞതല്ലേ? ഓ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയടി. ഞാൻ മറ്റന്നാൾ വരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്, നീ അവനെ വിളിച്ചുകൊണ്ട് പോ. ഉം പിന്നെ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അവനിവിടെ ഉണ്ടല്ലോ. ആ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. മോഹൻ അവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവനോട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് അയാൾ കാറിൽ കയറിപ്പോയി. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം പയ്യൻ അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി, എന്നാണ് അമ്മയെ കാണാൻ പോകേണ്ടത്? മറ്റേന്നാൾ ആണടാ. ചേച്ചി പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാണ്. പറയാം. ശരി ചേച്ചി. നീ കിടക്കുന്നിടത്ത് കുറച്ച് ആക്രി സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് മാറ്റിയിടണം. ഓക്കെ. അത് പറഞ്ഞിട്ട് അവൾ കിച്ചണിലേക്ക് പോയി. 10 മണിയൊക്കെ ആയപ്പോൾ അവൾ ചായപ്പിലേക്ക് പോകാൻ വെളിയിലിറങ്ങി. നീ എവിടാ? അവൻ പറമ്പിലായിരുന്നു. നിർമ്മലയുടെ വിളി കേട്ടപ്പോൾ അവനും അങ്ങോട്ടേക്ക് വന്നു. അവളൊരു റെഡ് കളർ നൈറ്റി ആയിരുന്നു ഇട്ടിരുന്നത്. രണ്ടുപേരും കൂടി ചായപ്പ് വൃത്തിയാക്കാൻ തുടങ്ങി. അവൾ കുനിഞ്ഞു നിന്ന് ഓരോന്ന് പറക്കിയെടുക്കുമ്പോൾ അവൾ അറിയാതെ തന്നെ അവളുടെ തടിച്ച നിതംബത്തിൽ നോക്കിക്കൊണ്ടു നിന്നു. അവന് ആകെ കമ്പിയായി. അവളെല്ലാം അടുക്കിപ്പറക്കി മുകളിലോട്ട് നൂന്നപ്പോൾ അവൾ കണ്ടു അവന്റെ നോട്ടം. അവൾക്ക് മനസ്സിലായി, ആ കൊച്ചു പയ്യനല്ലേ, അവൻ ഇതൊക്കെ കണ്ട് അത്ഭുതമായിരിക്കും. അവൾ മനസ്സിൽ കരുതി. അവൾ ഒന്നും അറിയാത്തതുപോലെ പഴയ പാത്രങ്ങളെല്ലാം എടുത്തു മാറ്റാൻ തുടങ്ങി. വേണ്ടാത്ത പഴയ പാത്രങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേര. അവൾ അതിനെ കണ്ടതും പാമ്പെന്ന് പറഞ്ഞുകൊണ്ട് പിറകിലേക്ക് മാറി. അവനെയും തള്ളി മറിച്ചോണ്ട് അവന്റെ മുകളിലേക്ക് വീണു. ആ വീഴ്ചയിൽ അവൻ കിടന്ന കിടപ്പിൽ തന്നെ തലപൊക്കി നോക്കിയപ്പോൾ ഒരു ചുള്ളിക്കമ്പ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി പേടിക്കണ്ട, അതൊരു ചുള്ളിക്കമ്പാ. അവൾ നോക്കിയപ്പോൾ ശരിയാ, അതൊരു ചുള്ളിക്കമ്പാണ്. അവൾ ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി. പിന്നെ അവിടെ കിടന്ന ആ കിടപ്പിൽ എന്തൊക്കെയോ നടന്നു.